ഗൈസ്, അപ്പോൾ ഞാൻ പോണത് നമ്മൾ ഗുരുവായൂർക്കാണ് കേട്ടോ. നമ്മളെ സ്വന്തം ഗുരുവായൂർക്കാണ് പോണത്. അവിടെ ഇപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിവിടെ കഞ്ഞി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും. പാസും കാര്യങ്ങളൊക്കെ വേണം. ചിലപ്പോൾ ലാസ്റ്റ് സമയത്ത് പാസ്സില്ലാതെയും കൊടുക്കാറുണ്ട്, അത് കൂടുതലായിട്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നേരം വഴുകി, ഇന്നലെ രാത്രി കിടക്കാൻ നേരം വഴുകി. അപ്പോൾ എനിക്കുമ്പോൾ തന്നെ നേരം വഴുകി, 9 തന്നെ അത് ഡോർ ക്ലോസ് ചെയ്യും അവർ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, കിട്ടുമെന്നറിയില്ല. അപ്പം ഞാൻ വണ്ടി വെക്കുന്നത് സാധാരണ വടക്കേ സൈഡിൽ വടക്കേ സൈഡിലാണ് വെക്കാറ്, കുളത്തിൻ്റെ ഭാഗത്ത്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തും. ഇപ്പോൾ ഉച്ചയ്ക്കാണോ വൈകുന്നേരത്തിനാണോ ഇവിടെ മത്തയും ചക്ക ഇതൊക്കെ ചെത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഞായറാഴ്ച കാരണം ഗംഭീര തിരക്കുന്ന ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്തായാലും കഞ്ഞി മേടിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടിയിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ അവിടെ തന്നെ 1-2 സ്റ്റേജിൽ ഇങ്ങനെ പാട്ടുകൾ കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. കാരണം അവിടെ തിരുവാതിര ഓരോ ടീമായിരിക്കും ഓരോ സ്റ്റേജ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ 3-5 സ്റ്റേജിലുണ്ട്, അവിടെയൊക്കെ പ്രോഗ്രാമുകളൊക്കെയാണ്. അപ്പോൾ ഒരു ടീമിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടീം കയറണം, ഇല്ലെങ്കിൽ പിന്നെ പരിപാടി തന്നെ ക്യാൻസലായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ജസ്റ്റ് ഒന്ന് വന്നതെല്ലാം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് അധികം എടുത്ത് ഇത് അതിന് റീലായിട്ടും മറ്റേതായിട്ടും പറയാനൊന്നും പറ്റില്ല. ഗുരുവായൂരമ്പലത്തിൽ ഇപ്പോൾ അങ്ങനെ അറിയാലോ, അങ്ങനെ കണ്ടൻറ്റായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ജസ്റ്റ് പോയപ്പോൾ കണ്ടപ്പോൾ ഒന്ന് എടുത്തു മാത്രം. അപ്പോൾ നമ്മൾ കഞ്ഞി മേടിച്ചിട്ടുണ്ട്, നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ വെച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ട് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് നേരെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ അതിലെന്തൊക്കെയാണെന്ന് വീട്ടിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വീട്ടിൽ വിശ്വാസമില്ല കഞ്ഞി കിട്ടിയെന്നുള്ള കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ വൈകി പോയപ്പോൾ അത് ക്ലോസ് ചെയ്ത് പോകണ്ടെന്ന് അവർ പറഞ്ഞതാണ്. എന്നിട്ടും പിന്നെ ഞാനൊന്ന് പോയി നോക്കാൻ വന്നിട്ട് പോയപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഗുരുവായൂരമ്പലത്തിൻ്റെ കഞ്ഞി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഞ്ഞിയിൽ എന്തൊക്കെയാണ് പല ദിവസവും പല കറികളാണ് ഉണ്ടാവുക. ഇന്ന് നമുക്ക് കിട്ടിക്കുന്നത് കഞ്ഞിയുടെ കൂടി കിട്ടിക്കുന്നത് എന്താ വെച്ചാൽ മുതിരപ്പുഴുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മത്തയും പയറ് ചക്കപ്പുഴുക്ക് അങ്ങനെയാണ് ഉണ്ടാവാറ് സാധാരണ. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ മാറിയിട്ടാണ് വരാറ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുതിരപ്പുഴുക്കാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെ നമുക്ക് കിട്ടുമ്പോൾ അറിയാമല്ലോ നമുക്ക് എന്താണ് കിട്ടണമെന്നുള്ളത്. വീട്ടുകാരാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കഞ്ഞി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുതിരപ്പുഴുക്ക് ഞാൻ 2 പാത്രം കൊണ്ടുപോയിട്ടുണ്ട്. ചില സമയത്ത് 2 കറി ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2 പാത്രം നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു കറി തന്നെ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ 2 പാത്രത്തിലും കറി മേടിച്ചിട്ടുണ്ട്. കഞ്ഞി അത് ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് തികയും. അപ്പോൾ കുറച്ച് ചൂട്ടോടെ കഞ്ഞി കുടിക്കാൻ നല്ലൊരു രസമാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. തെക്കേ നടയിലാണ് ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പറഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ തെക്കേ നടയിൽ ഒരു പന്തലുണ്ട് അവിടെ ഓൾറെഡി, ഒരു ഓഡിറ്റോറിയം പോലത്തെ. അവിടെയാണ് ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നത്. സാധാരണ കഴിക്കുന്നിടത്താണ് ഇപ്പോൾ കഞ്ഞി ഇങ്ങനെ തൂക്കുപാത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് തൂക്കത്തിലിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നത്. ഇങ്ങനത്തെ പാത്രങ്ങളിൽ വരുന്നവർ കഞ്ഞി കൊടുക്കുന്നത് സാധാരണ കഴിക്കുന്നിടത്താണ്. മറ്റേത് ഇപ്പോൾ തെക്കേ നടയിലാണ്. പുറമെന്ന് അവിടെ ഇരുന്ന് കഴിക്കണം ആഗ്രഹിക്കുന്നവർക്ക് അവിടെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ചൂടോടുള്ള കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായി, കാരണം എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം ഒരു അമ്പലത്തിൽ കിട്ടുന്ന ഭക്ഷണം എല്ലാവർക്കും കഴിക്കണം ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഈ വക കഞ്ഞികൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കും. പിന്നീട് അത് ചൂടാക്കി കഴിക്കുന്ന പരിപാടി അത് എനിക്കില്ല.